നന്ദ, എടാ, വീട്ടിൽ വന്നു കയറുന്ന മഹാലക്ഷ്മി ആട്ടി ഓടിക്കരുതെന്നാ ചൊല്ല്. പക്ഷെ അച്ഛൻ ചെയ്ത് നോക്ക്. മഹാലക്ഷ്മി ഫ്രാൻസിസിന്റെ രൂപത്തിലാ ചന്ദ്രോത്ത ഗേറ്റ് കടന്നു വന്നേ. നിനക്കൊരു ജോലി തരണമെന്ന് ആരും ആ ഫ്രാൻസിസിന്റെ മുതലാളിയോട് ആവശ്യപ്പെട്ടിട്ടില്ല. ഇങ്ങോട്ടായിട്ട് വന്നതാ, അത് ഓഫർ ലെറ്റർ ആയിട്ട്. അച്ഛൻ വലിയ ബലം പിടിച്ചു. ആനയാണ് ചേനയാണെന്നൊക്കെ വലിയ ന്യായം പറഞ്ഞു. അച്ഛൻ ന്യായം പറഞ്ഞതിന് കാര്യമുണ്ട് ചേച്ചി. ആ ഫ്രാൻസിസ് എന്തോ വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടിയായിരിക്കും എനിക്ക് പോസ്റ്റിംഗ് തരുന്നത്. ജോലി സ്വീകരിച്ചു കഴിയുമ്പോഴായിരിക്കും അയാൾ ഡിമാൻഡ് വെക്കുന്നത്. ദേവിയെ കൊണ്ട് എന്തെങ്കിലും കാര്യം സാധിച്ചു കൊടുക്കേണ്ടി വരും. അച്ഛൻ ചെയ്ത് തന്നെ കറക്റ്റ് വരും. ഒരു പാലയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണമല്ലോ. ചേച്ചി ഇതെന്താ പറയുന്നേ? അച്ഛൻ ജീവിതത്തിൽ ഒരു അഴിമതിയും കാണിക്കാത്ത ആളാ. അതെ, അഴിമതി കാണിച്ചിട്ടില്ല. എന്നിട്ട് അച്ഛൻ എന്ത് നേടി? സ്വയം നേടിയില്ല, അത് പോട്ടെ, നമുക്കെന്ത് നേടിത്തന്നു? വിശക്കുമ്പോഴേ ആദർശം വിളമ്പി കഴിക്കാൻ പറ്റുമോ? ഞാൻ അച്ഛനെ കുറ്റം പറയുമല്ല, നാടോടുമ്പോ നടുവേ അങ്ങനെ വേണം. അച്ഛന്റെ കൂടെയുള്ള രാധാകൃഷ്ണ മിനിസ്റ്ററൊക്കെ ഉണ്ടാക്കിയെടുത്ത സ്വത്തുക്കൾ എത്രയാണെന്ന് നിനക്കറിയോ? നിർത്തടി. അങ്ങനെ അഴിമതി പണം കൊണ്ട് ജീവിക്കുന്നതിലും ഭേദം ആത്മഹത്യ. നീ എന്താ പറഞ്ഞത്? അച്ഛൻ വഴിവിട്ട് സമ്പാദിക്കാത്തത് കഴിവുകേടാണെന്നോ? നീ മന്ത്രി രാധാകൃഷ്ണന്റെ മഹത്വം പറയുന്നത് കേട്ടല്ലോ. രാധാകൃഷ്ണനൊക്കെ മരിക്കുന്ന ദിവസത്തോടെ അയാൾ ഇല്ലാതാവും. സിദ്ധുവിനെ പോലുള്ളവർ അങ്ങനെയല്ല. കാലാകാലങ്ങളോളം ആ പേര് നിലനിൽക്കും. പേര് കൊണ്ട് എന്താ അമ്മേ കാര്യം? പേര് കൊണ്ടേ കാര്യമുള്ളൂ. അത് നിനക്ക് ഇന്ന് മനസ്സിലാവില്ല. സിദ്ധുവിന്റെ മഹത്വം മനസ്സിലാവുന്നത് 2 തലമുറ അപ്പുറമായിരിക്കും. അമ്മ ഇങ്ങനെ വികാരം കൊള്ളേണ്ട കാര്യമൊന്നുമില്ല. അച്ഛനോ ദേവികയോ അഴിമതി നടത്തണമെന്നല്ല ഞാൻ പറഞ്ഞ. നന്ദൻ ഇങ്ങോട്ടായിട്ട് ജോലി ഓഫറായിട്ട് ഒരാൾ വന്നു, അത് സ്വീകരിക്കായിരുന്നു, അത്രേ പറഞ്ഞുള്ളൂ. പറഞ്ഞില്ലേ ചേച്ചി, എനിക്ക് ആ ജോലി വേണ്ട. വേണ്ടെങ്കി വേണ്ട. എനിക്ക് നന്നാകാൻ വേണ്ടിയിട്ടല്ല നിന്റെ അടുത്ത് ജോലി സ്വീകരിക്കാൻ പറഞ്ഞത്, നിനക്ക് വേണ്ടിയിട്ടാ. നിനക്ക് ആവശ്യമില്ലെങ്കിൽ എനിക്ക് ഇന്നലെ വേണ്ട. രജനി, സിദ്ധുവിന്റെ പൊതുപ്രവർത്തനത്തിൽ അഭിമാനം കൊള്ളുന്നവളാ ഞാൻ. സിദ്ധുവിനെ കുറിച്ച് ഇനി മോശമായി എന്തെങ്കിലും സംസാരിച്ച എന്റെ സ്വഭാവം മാറും. സിദ്ധുവിന്റെ ആദർശം കാശിനു വേണ്ടിയുള്ളതല്ല, അത് മാത്രം മനസ്സിലാക്കിയാൽ മതി.